പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. വീട്ടിലെത്തി, വൈകുന്നേരമായി. പിന്നെ എന്താ പറയേണ്ടത്, ഇഞ്ചക്ഷൻ ചെയ്ത് നോക്കി, രക്ഷയില്ല. ഭയങ്കര വേദനയാണ്. ആ സമയത്തേക്ക് കുറച്ചൊന്ന് ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ പിന്നെയും പഴയ സ്ഥിതിയിലോട്ട് പോവുകയാണ്. വെയിറ്റ് 36 കിലോ എന്ന് വീണ്ടും കുറഞ്ഞു. 35-നും 36-നും ഇടയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉള്ളതുകൊണ്ട് ഇനി ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എങ്കിലും നമ്മളതിനെ കുറച്ചുകൂടി ഒന്ന് തരണം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മോനും വീട്ടിലായിരുന്നു, ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ വന്ന ശേഷം അങ്ങനെ ഇരിക്കുകയാണ്. എന്നെ നോക്കുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെ ഒരു വിഷമത്തോടു കൂടിയൊക്കെ ആയിരിക്കുന്നു. എങ്കിലും വീട്ടിലെത്തിയത് തന്നെ ഒരു ആശ്വാസം തന്നെയാണ്. വേദന വലിയ ആ ഒരു സമയത്തേക്ക് കുറയുന്നെങ്കിലും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റും പിന്നെയും കുറയുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഷുഗർ എന്ന് പറയുന്നതും നന്നായിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. രാത്രി പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ലെങ്കിലും അവർ ചെക്ക് ചെയ്യും, അതിൻ്റേതായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. എന്തായാലും നമുക്ക് എന്നോ ഹോസ്പിറ്റലിലും പോകാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെ വലിയൊരു ചിലവാണ്. അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുവിധം ഇതായതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞല്ലാതെ ഇനി അവിടെ ഇന്ന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരുന്നാലും ഞാൻ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ക്ഷീണാവസ്ഥയൊക്കെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവിടെ ഇനി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി ചെക്കപ്പിന് തിങ്കളാഴ്ച പോകണം. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തു. അതിനെല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ പലതുള്ളി പെരുവെള്ളം ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ് പലതുള്ളി പെരുവെള്ളം. എത്രയും വേഗം ഇൻസുലിൻ പമ്പ് വാങ്ങിക്കാനുള്ളതിന് വഴികൾ തുറക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഞങ്ങളുടെ വീഡിയോസ് അയച്ചു കൊടുക്കണം. മറ്റുള്ളവരോട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറയുക. മാക്സിമം ഞങ്ങളുടെ കൂടെ നിങ്ങളെല്ലാവരും ഉള്ളതിന് നന്ദി പറയുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അത് ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക, അവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിക്കുക.